നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് അമിത്ഷായുടെ ഒരു കളിപ്പാവെ, അതായത് നിതിൻ നബീൻ. അമിത്ഷാ ഒന്ന് കണ്ണുരുട്ടിയാൽ ഭയന്ന് വിറയ്ക്കുന്ന നിതിൻ നബീൻ എന്ന ഒരു കൊച്ചു പയ്യനെ അവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ നിതിൻ നബീൻ ഒരു ശിശു തന്നെയാണ്. 5 തവണ ബീഹാറിൽ MLA ആയി എന്നത് ഒഴിച്ചാൽ നിതിൻ നബീനെ ഈ രാജ്യത്ത് ആർക്കും അറിയില്ല. ഈ രാജ്യത്ത് വലിയ പോരാട്ടങ്ങൾ, വർഗീയ കാഴ്ചപ്പാടോടുകൂടി BJP-യിൽ വലിയ പോരാട്ടമൊക്കെ നടത്തുന്ന വ്യക്തികളുണ്ട്. അവരൊക്കെ ഇപ്പോൾ സൈഡിൽ ഒതുങ്ങിയിരിക്കുകയാണ്. നിതിൻ നബീനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന രീതിയിലുള്ള ചിന്തയാണ്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, അമിത്ഷായുടെ വലങ്കയായി നിതിൻ നബീൻ നിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം JP നദ്ദ ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹം സ്വതസിദ്ധമായ തീരുമാനമെടുക്കും എന്നത് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പാർട്ടിയെ പരിപൂർണമായി 2014 ശേഷം നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി ഹൈജാക്ക് ചെയ്യുകയായിരുന്നു. അമിത്ഷായെ ദേശീയ അധ്യക്ഷനാക്കിയതിന് ശേഷം പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഇരിക്കുമ്പോൾ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി മാറി. സാധാരണ BJP-യുടെ പാർലമെൻ്ററി കാര്യ സമിതിയിൽ പ്രധാനമന്ത്രിയായിരുന്നാലും മറ്റു മന്ത്രിമാരായിരുന്നാലും നയങ്ങളെല്ലാം വ്യക്തമാക്കേണ്ടത് പാർട്ടിയോടാണ്. അത്തരത്തിൽ പാർട്ടിയോട് നയങ്ങളൊന്നും തന്നെ പ്രധാനമന്ത്രിയായ മോദി വ്യക്തമാക്കാറില്ല. അത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങളെ എടുത്തു മാറ്റുകയും ചെയ്തു. ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട കാരണം, പല സംസ്ഥാനങ്ങളും ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുത്ത രീതികൾ, പ്രക്രിയകളെ പരിപൂർണമായി എതിർക്കുകയാണ്. ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുത്ത രീതി ഒരു ഇലക്ഷനിലൂടെ അല്ല, മോദിയും അമിത്ഷായും കൂടെ നേരിട്ട് നിയമിച്ചതാണ്. അതായത് ജനാധിപത്യം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഈ രാജ്യത്ത് ഇപ്പോഴും ജനാധിപത്യ വിശ്വാസം നഷ്ടപ്പെട്ടില്ല എന്ന് കരുതുന്നവരെ മുഴുവൻ വിഡ്ഢിക്കഴുതകളാക്കിക്കൊണ്ടുള്ള തിരഞ്ഞെടുപ്പാണ് BJP നടത്തിയത്. മറ്റ് ഭാഗത്ത് നോക്കൂ, കോൺഗ്രസിലാണെങ്കിൽ മല്ലികാർജുൻ ഖാർഗെ ഒരു പോരാട്ടത്തിലൂടെ ശശി തരൂരിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത്. അവിടെ കൃത്യമായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പ് നടന്നു. ഇവിടെ മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ ഇഷ്ട നേതാവാണ് എന്നൊക്കെ പറഞ്ഞ് BJP പരിഹസിക്കുമ്പോഴും ആ ഇഷ്ട നേതാവിന് പോലും മത്സരിക്കേണ്ടി വന്നു. അതല്ലാതെ ഏകപക്ഷീയമായ ഒരു തിരഞ്ഞെടുപ്പ് അല്ല നടന്നത്. നിതിൻ നബീനോട് മത്സരിക്കാൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ? ധൈര്യപ്പെട്ടാൽ അമിത്ഷാ അയാളെ വെറുതെ വിടുമോ? നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും എല്ലാ രീതിയിലുള്ള പകയ്ക്ക് പാത്രമാകുന്നവൻ, മുൻപ് കേന്ദ്ര വിദേശകാര്യമന്ത്രിയായിരുന്ന IAS-കാരനായ യശ്വന്ത് സിൻഹ അടക്കമുള്ളവരെ എങ്ങനെയൊക്കെയാണ് BJP നേതൃത്വം ദ്രോഹിച്ചിട്ടുള്ളത്, തഴഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വാസ്തവത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ദ്രൗപദി മുർമുവിനെ കൊണ്ട് വലിയ തോതിൽ ഓർഡിനൻസിൽ ഒപ്പിടിപ്പിച്ച് വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പ് ചട്ട ഭേദഗതികൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഭരണഘടനയെ മാറ്റാനും ശ്രമിക്കുന്നവർ, ഒരു ദളിത് വ്യക്തിയാണ് ഞങ്ങൾ പിടിച്ച് രാജ്യത്തിൻ്റെ 1ാമത്തെ പൗരനാക്കി വെച്ചിരിക്കുന്നതെന്ന് പറയുന്ന ഇത്തരത്തിലുള്ള വെറും മുട്ടാതർക്കങ്ങൾ മാത്രമാണ് ഇപ്പോഴും ബാക്കിയുള്ളത്. നിതിൻ നബീൻ എന്ന ഒരു താരതമ്യേന ചെറുപ്പം ഉള്ള വലിയ ഭരണപരിചയമൊന്നുമില്ലാത്തൊരു വ്യക്തിയെ ആക്കുന്നത് വഴി സാധാരണക്കാരനും ആ പോസ്റ്റിൽ എത്തപ്പെടാം എന്നൊക്കെ ഉള്ള ഒരു മെസ്സേജ് വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും വാസ്തവത അതല്ല. നിതിൻ നബീൻ വെറും ഒരു ബിനാമിയാണ്. അമിത്ഷായുടെ മകൻ്റെ ബിസിനസ്സിൻ്റെ ഇത്തരത്തിലുള്ള ടീമിൻ്റെ ബിസിനസ്സാണ് അദ്ദേഹം നോക്കുന്നത്. അദ്ദേഹം അതിൻ്റെ ബിനാമിയാണ്. ടുക്കട ഗ്യാങ് എന്ന് അമിത്ഷാ 24 മണിക്കൂറും കോൺഗ്രസിലെ നേതാക്കളെയും ഇന്ത്യ മുന്നണി നേതാക്കളെയും പറയുമ്പോൾ യഥാർത്ഥ ടുക്കട ഗ്യാങ് അമിത്ഷായുടെ ഈ പറയുന്ന ഒരു സെറ്റപ്പ് തന്നെയാണെന്ന് വ്യക്തമാവുകയാണ്.